നമസ്തേ. ഇന്ന് നാം ചൊല്ലുന്നത് ഗണേശ മന്ത്രമാണ്. മന്ത്രം ജപിക്കുക, ചൊല്ലുക, ഉരുവിടുക എന്നൊക്കെ പറയാം. മന്ത്രം ചൊല്ലുന്നതിന് മുൻപായി കുറച്ചു കാര്യങ്ങൾ പറയാം. മന്ത്രങ്ങൾ 108 തവണയാണ് ഉരുവിടേണ്ടതെന്ന് പറയും. എണ്ണം കൃത്യമാക്കാനായി 108 മുത്തുകളുള്ള രുദ്രാക്ഷമോ തുളസിമാലയോ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഓർ സ്ഫടിക മുത്തുകളുള്ള മാലയോ ഉപയോഗിക്കാം. 108 തവണയിൽ ആദ്യത്തെ 36 തവണയാകുമ്പോൾ എത്ര ടെൻഷനിലുള്ള നമ്മുടെ മനസ്സും ശാന്തമാകും. മന്ത്രത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഉരുവിടുക. പിന്നീടുള്ള 36 തവണ കൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് പ്യൂരിഫൈ ചെയ്യപ്പെടുന്നു. പിന്നീടുള്ള 36 തവണ കൊണ്ട് നമ്മുടെ കോൺസെൻട്രേഷൻ, ഫോക്കസ്, അറ്റൻഷൻ വർദ്ധിക്കും. ഇങ്ങനെ ഡെയിലി 108 തവണ വീതം ഉരുവിടുന്നവരുടെ മൈൻഡ് വളരെയധികം ഷാർപ്പാകാൻ തുടങ്ങും. ഇതാണ് ഒരു മന്ത്രത്തിന്റെ ജപക്കണക്ക് വരുന്നത്. ഇതൊരു മെഡിറ്റേഷനാണ്. ഒരേ കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള കുറച്ചു സമയം. ഇനി ഒരു സമയം തന്നെ 108 തവണ ഇരുന്ന് പറയാൻ കഴിയാത്തവർക്ക് 3 തവണയോ 5 തവണയോ 15 തവണയോ അങ്ങനെ മന്ത്രം ഉരുവിടാവുന്നതാണ്. ഇനി ചിലരുണ്ട്, അവർ കണക്കൊന്നും നോക്കാതെ എപ്പോഴെങ്കിലുമൊക്കെയായി മന്ത്രങ്ങൾ ഉരുവിടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ മന്ത്രം ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. മന്ത്രങ്ങൾ ജപിക്കുന്നതിന് ഞാൻ പ്രത്യേകിച്ച് താളമോ ഈണമോ നോക്കാറില്ല. മന്ത്രങ്ങൾ ഒരു ഉപാസന പോലെയാണ് ചൊല്ലുന്നത്. അത് വേഗത്തിലും വേഗത കുറച്ചോ ചൊല്ലാവുന്നതാണ്. ഓം ഗം ഗണപതയേ നമഃ എന്ന സ്പീഡിൽ പറയുന്നവരുണ്ട്. അതല്ലാതെ ഓം ഗം ഗണപതയേ നമഃ ഇങ്ങനെ പല രീതിയിലും ചൊല്ലാറുണ്ട്. വ്യക്തമായി അക്ഷരത്തെറ്റില്ലാതെ മന്ത്രങ്ങൾ ഉച്ചരിക്കണം. അതിൽ മാത്രമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇനി അതിന്റെ അർത്ഥത്തിലേക്ക് നോക്കിയാൽ, ഓം എന്നത് ഒരു സേക്രഡ് സൗണ്ട് ഓർ സ്പിരിച്വൽ സിംബലായി ഈ പ്രപഞ്ചത്തിന്റെ തുടിപ്പിനെ തന്നെ പ്രതിനിധീകരിക്കുന്ന ശബ്ദമാണ്. ഗം ഗണപതിയുടെ ബീജമന്ത്രമാണ്. തടസ്സങ്ങൾ മാറ്റുന്നവൻ, ഒബ്സ്റ്റക്കിൾ റിമൂവർ. ഗണപതയേ നമഃ ഗണങ്ങളുടെ, ശിവഭൂതഗണങ്ങളുടെ അധിപതിയായ ഗണപതിയെ നമിക്കുന്നു. ഓം ഗം ഗണപതയേ നമഃ. എന്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറ്റുന്നവനായ ഗണപതി ഭഗവാനെ ഞാൻ നമിക്കുന്നു. ഏതു പുതിയ സംരംഭത്തിലും ഏതൊരു പുതു തുടക്കത്തിലും നാം ജപിക്കേണ്ട മന്ത്രമാണ് ഗണേശ മന്ത്രം. അതിൽ വരാവുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റുന്നവനെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുക. അതാണ് ഓം ഗം ഗണപതയേ നമഃ എന്ന മന്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഇനി ഗണപതിയുടെ ഐതിഹ്യം. ഗണപതി ശിവഭൂതഗണങ്ങളുടെ അധിപനായതെങ്ങനെ? ഐതിഹ്യം നോക്കാം. ശ്രീ പാർവതീദേവി കുളിക്കാൻ പോകുമ്പോൾ മഞ്ഞൾ കൊണ്ടൊരു കുട്ടിയുടെ രൂപമുണ്ടാക്കി അതിന് ജീവൻ കൊടുത്തു. തന്റെ മുറിയുടെ കാവലിനായി നിയോഗിച്ചു. ഭഗവാൻ പരമശിവൻ അവിടേക്ക് വരുമ്പോൾ കുട്ടി അദ്ദേഹത്തെ മനസ്സിലാക്കാതെ തടഞ്ഞു നിർത്തി. ദേഷ്യം പൂണ്ട ശിവൻ കുട്ടിയുടെ തല വെട്ടി. പിന്നീട് കാര്യമറിഞ്ഞ പരമശിവൻ ദുഃഖിതയായ പാർവതിയെ ആശ്വസിപ്പിക്കാനായി ഒരു ആനത്തല കുട്ടിയുടെ തലയ്ക്കു പകരം വെച്ചു ജീവൻ കൊടുക്കുകയും തന്റെ ഭൂതഗണങ്ങളുടെ അധിപതിയാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഗണങ്ങളുടെ അധിപതിയായ ഗണപതി ഉണ്ടായത്. ഇതൊരു ഐതിഹ്യമാണ്. എന്നാൽ സർവചരാചരങ്ങളെയും പൂജിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിക്കുന്ന ഹിന്ദുധർമ്മത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, ഗണപതിയെ പൂജിക്കുക എന്നാൽ വെറുമൊരു ആനത്തലയെ അല്ല പൂജിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. മനുഷ്യന്റെ അഹങ്കാരം എന്ന തല വെട്ടിമാറ്റി അവിടെ പകരം വെച്ച അറിവിന്റെ തലയെയാണ് നാം കാണേണ്ടത്. നോക്കാം. സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് മഹാഗണപതി. ബിഗ് ഹെഡ്, തിങ്ക് ബിഗ്. ലോങ് ഇയർ, ലിസൺ മോർ. സ്മോൾ മൗത്ത്, സ്പീക്ക് ലെസ്. സ്മോൾ ഐ, കോൺസെൻട്രേറ്റ് മോർ. വൺ ടസ്ക്, preserve good and discard the bad. Long trunk, strength and adjustability. Bless the palm, to bless and protect. മന്ത്രമായിട്ടോ
പ്രാർത്ഥനയായിട്ടോ ദൈവമായിട്ടോ ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്കായും ഇത് പറഞ്ഞു കൊടുക്കാം. സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് മഹാഗണപതി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുമല്ലോ.